വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഇന്നു മുതൽ ടോൾ പിരിവ് തുടങ്ങും. പണി പൂർത്തിയാക്കാതെ പിരിവ് ആരംഭിക്കുന്നതിൽ പ്രതിഷേധമുണ്ട്. കൂരിയാട്, വട്ടപ്പാറ, കുറ്റിപ്പുറം ഭാഗങ്ങളിൽ പണി പൂർത്തിയായിട്ടില്ല. ഇംതിയാസ് കരീം ചേർന്ന വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട നിരന്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴിതാ ഈ പണി പൂർത്തിയാവുന്നതിന് മുൻപ് ടോൾ പിരിക്കാനുള്ള തീരുമാനം, ഇതാരാണ് ഈ തീരുമാനം എടുത്തത്? ഇതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? അതായത് ഈ മലപ്പുറം ജില്ലയിലെ ദേശീയപാത കടന്നു പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയാണ് വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസ എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ 8 മണി മുതൽ ഇവിടെ അവർ അതിന്റെ ടോൾ പിരിവ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിലിപ്പോൾ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ഒരു ടോൾ പിരിവ് ആരംഭിച്ച സമയത്ത് തന്നെ അത് പിരിക്കാനോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതിനവർക്ക് ന്യായമായ കുറെ കാരണങ്ങൾ പറയാൻ കൂടെ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഈ വളാഞ്ചേരി, രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ഓവുചാലുകളുടെ പണി പൂർത്തീകരിക്കാനുണ്ട്. കൂരിയാട്, വട്ടപ്പാറ, കുറ്റിപ്പുറം തുടങ്ങിയ ഭാഗങ്ങളുടെയൊക്കെ റോഡിന്റെ പണിയും പൂർത്തീകരിക്കാനുണ്ട്. കൂരിയാടൊക്കെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പണി പൂർത്തീകരിക്കാതെ ഈ ടോൾ പിരിവ് ആരംഭിക്കുന്നതിലാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രതിഷേധമെന്ന് പറയുന്നത്. എന്നാൽ അത് അത്ര വലിയ പ്രകോപനത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഒന്നും പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ ഇല്ല എന്നുകൂടെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ രാവിലെ 8 മണി മുതൽ തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളത് കൂടെയാണ്. ഇതിപ്പോ എങ്ങനെയാണ്, തുടർ ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടോ? പ്രതിഷേധം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഇപ്പൊ വരുന്നത് ഹൈവേയിൽ കയറാതെ കഞ്ഞിപ്പുര സർവീസ് റോഡ് കൂടെയാണ് കയറി പോണത്. അപ്പോൾ അതിൻ്റെ കൂടി നോക്കണ്ടേ, അതും കൂടി ഇല്ലാതെയാണ് ഇവിടെ ടോള് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിനും കൂടിയുള്ള പ്രതിഷേധമാണ് ഇവിടെ. ഭാഗങ്ങളിലാണ് ഇവിടെ പണി പൂർത്തീകരിക്കാത്ത ഭാഗങ്ങൾ? ഒന്ന് കൂരിയാടുണ്ട്, കഞ്ഞിപ്പുരണ്ട്, കുറ്റിപ്പുറം റോട്ടിലുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ കഞ്ഞിപ്പുരക്കന്ന് വട്ടപ്പാറ ആ ഭാഗത്തൊന്നും സർവീസ് റോഡില്ല. ഒരു സൈഡിൽ കൂടെയാണ് 2 ട്രാക്കായിട്ടാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കൂടി മുൻകൈ നിർത്തിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം തുടങ്ങിയത്. പണി പൂർത്തീകരിച്ചാൽ ടോൾ പിരിക്കുന്നതോടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതാണ് അവർക്കൊക്കെ പറയാനുള്ളത്. പ്രതിഷേധക്കാരിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് പണി പൂർത്തിയാക്കുക, സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കുക, ഈ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പോകാൻ യോഗ്യമായ രീതിയിൽ ഈ റോഡിനെ മാറ്റുക, അതുപോലെ തന്നെ ഓവുചാലുകളുടെ പണി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിച്ചു വരുന്നത്. ഇതിലിപ്പോൾ ഇന്ന് രാവിലെ തന്നെ പ്രതിഷേധം തുടങ്ങി. നേരത്തെ മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ബസ് ഓണേഴ്സിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന് വാങ്ങുന്നത് 250 റുപ്യാണ്. ഇവിടെ 6 മുതൽ 14 സിംഗിൾ ട്രിപ്പ് വരെ ഓടുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഭീമമായ സംഖ്യ 3500-4000 ഒരു ദിവസം നമ്മൾ ടോൾ കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരാം. അപ്പോൾ ഇത് സമരം എന്നല്ല, ഇത് എങ്ങനെ താനെ നിന്നു പോകും. ഇങ്ങനെ പോകണേ ഞങ്ങൾ മൊത്തത്തിൽ നിർത്തിവെക്കും. മറ്റ് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഞങ്ങൾക്കെതിരെ കാര്യത്തിൽ ഞങ്ങൾ പറയാനുള്ളത് പിന്നെ സർവീസ് റോഡ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് റോഡുകൾ നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ. അതാണ് ഈ ബസ്സിന്റെ ആളുകൾക്കടക്കം ഇതിൽ പ്രശ്നമുണ്ട്. കാരണം വിവരങ്ങൾ നൽകുന്നത്.